ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു സി സി സൈബർ ക്യാമ്പസ്. നമ്മൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കേട്ടുകൊണ്ടിരിക്കുന്ന വാക്കാണ് എ ഐ. അതുപോലെ തന്നെ എ ഐ പോലെ ഒരുപാട് പുതിയ വേർഡ്സും ടേംസും ഒക്കെ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ജോലി അന്വേഷിക്കുന്നവരാണെങ്കിലും എച്ച് ആർ റിലേറ്റഡ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും എല്ലാവരും ഇപ്പോൾ എ ഐ പോലെ തന്നെ നമ്മുടെ ഡിക്ഷണറിയിൽ പുതിയതായിട്ട് ആഡ് ചെയ്ത ടേമാണ് ATS. എല്ലാവരും എന്തായാലും കേട്ടിട്ടുണ്ടാവും. നിങ്ങളൊരു ജോബ് സീക്കർ ആണെങ്കിൽ ഉറപ്പായും നമ്മൾ റെസ്യൂമെ, CV ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം നിൽക്കുന്ന വേർഡ് എന്ന് പറയുന്നത് ATS ആണ്. അപ്പോൾ എന്താണ് ATS? എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ATS ഫ്രണ്ട്ലി റെസ്യൂമേസ് വേണമെന്നൊക്കെ. അപ്പോൾ ഈ ATS എന്താണ്? അത് നമുക്ക് ഈ റെസ്യൂം ബിൽഡിങ്ങിൽ എങ്ങനെയൊക്കെ ചെയ്യാമെന്നുള്ളത് നമുക്കിന്ന് ക്വിക്കായിട്ടൊന്ന് ഓടിച്ചു നോക്കാം. അപ്പോൾ ATSഉം AI-യും. അപ്പോൾ ആദ്യം ഞാൻ ATS എന്താന്ന് പറയാം. ATS എന്ന് പറയുന്നത് ആപ്ലിക്കന്റ് ട്രാക്കിംഗ് സിസ്റ്റം ആണ്. അപ്പോൾ ഈ ATSന്റെ കൂടെ ഞാൻ AI യൂസ് ചെയ്യാൻ റീസൺ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഈ ATS എന്ന് പറയുന്നത് AI റിക്രൂട്ട്മെന്റ് സോഫ്റ്റ്വെയർ ആണ്. അതായത് AI യൂസ് ചെയ്ത് റിക്രൂട്ട്മെന്റ് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട്, അതായത് HR ഡിപ്പാർട്ട്മെന്റിനെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന പുതിയ പരിപാടിയായ ATS ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സിനാരിയോയിൽ സോഹോ, നൗക്രി, TCS പോലുള്ള ഒരുവിധം MNCs മാത്രമല്ല മിക്ക സ്റ്റാർട്ടപ്പുകളും ATS യൂസ് ചെയ്ത് തുടങ്ങി എന്നാണ് കേൾക്കുന്നത്. അപ്പം നിങ്ങളൊരു ജോബ് സീക്കർ ആണ്, അടുത്ത് നിങ്ങൾക്കൊരു ഇന്റർവ്യൂ ഉണ്ട്, നിങ്ങളൊരു റെസ്യൂമെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായും നമുക്ക് ATS എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ നമുക്ക് വാട്ട് ഈസ് ATS എന്ന് നോക്കാം. അപ്പോൾ ATSൽ സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ നമുക്ക് ഒരു 100 കണക്കിന്, 100അല്ല ഒരുപാട് കണക്കിന് നമുക്ക് ആപ്ലിക്കേഷൻസ് വരും. അപ്പോൾ ഈ ATSൽ നടക്കുന്നത് ഈ ആപ്ലിക്കേഷൻസ് ഒക്കെ സോർട്ട് ചെയ്തിട്ട് നമ്മൾ ഒരുപാട് ഫിൽറ്റേഴ്സും കീവേഡും ഒക്കെ യൂസ് ചെയ്തിട്ട് ഇത് ഫിൽട്ടർ ചെയ്തെടുക്കും. നമുക്ക് ആവശ്യമുള്ള റെസ്യൂമേസ് മാത്രം നമ്മൾ ഫിൽട്ടർ ചെയ്തെടുക്കും. അതായത് ഒരു ജോബ് നോട്ടിഫിക്കേഷൻ വന്നു, അല്ലെങ്കിൽ ആ ജോബ് പ്രൊഫൈൽസിലുള്ള കുറച്ച് കാര്യങ്ങളുമായിട്ട് മാച്ച് ചെയ്യുന്ന ATS ഫ്രണ്ട്ലി ആയിട്ടുള്ള റെസ്യൂമേസ് നമ്മൾ ഒരു ഇൻ്റർവ്യൂ ബോർഡിൻ്റെ മുമ്പിൽ ആ ആൾ എത്തുന്നതിന് മുമ്പേ ആ റെസ്യൂമെ ഫിൽട്രേഷൻ അവിടെ നടക്കുന്നു. ഒരു ഹ്യൂമൻ ബീയിങ് എടുത്ത് ജസ്റ്റ് സ്കാൻ ചെയ്തിടുന്ന പോലെ ആയിരിക്കില്ല ATS സിസ്റ്റം ഇത് ഫിൽട്ടർ ചെയ്യുന്നത്. അപ്പോൾ ATS എങ്ങനെ ATS ഫ്രണ്ട്ലി ആക്കുക? നമുക്ക് ATSനെ കുറിച്ചുള്ള കോംപ്ലിക്കേറ്റഡ് ആയ കാര്യങ്ങളിലോട്ടൊന്നും പോകണ്ട. പക്ഷെ നിങ്ങൾക്ക് ഇനി ഒരു ഇൻ്റർവ്യൂ വരുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളൊരു റെസ്യൂമെ പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ATS ഫ്രണ്ട്ലി ആയിട്ടുള്ള റെസ്യൂമേസ് റെഡി ആക്കണം. അപ്പോൾ അത് എങ്ങനെയാണെന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി. ATSനെ കുറിച്ച് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അറിയേണ്ട കാര്യമില്ല. അപ്പം നമ്മൾ എങ്ങനെ ATS ഫ്രണ്ട്ലി ആയിട്ടുള്ള റെസ്യൂമേസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നു, അത് എന്തൊക്കെ യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഒരു ATS ഫ്രണ്ട്ലി റെസ്യൂമേയിൽ ഉറപ്പായും നിങ്ങൾ നിങ്ങളുടെ ടെക്നിക്കൽ സ്കിൽസും ടൂൾസ് നിങ്ങൾ മെൻഷൻ ചെയ്യണം. നമ്മൾ സ്കിൽസും കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്യും, പക്ഷെ ടൂൾസ് മിക്ക ആളുകളും വിടുന്നൊരു സാധനമാണ്. അപ്പോൾ ടൂൾസും ടെക്നിക്കൽ സ്കിൽസും നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങളുടെ റെസ്യൂമേയിൽ വരുവാണെങ്കിൽ അതൊരു 10% ATS ഫ്രണ്ട്ലി ആയി. അടുത്തത് കീവേഡ്സ് ആൻഡ് കീ സ്കിൽസ്. ഈ കീവേഡ്സ് നമ്മൾ എവിടെ നിന്ന് എടുക്കുക? ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സിനാരിയോ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ പല ജോബ് റോൾസ് ഉണ്ട്. ഇപ്പോൾ ആർട്ട് സ്പെഷ്യലിസ്റ്റ് ഉണ്ട്, SEO അനലിസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു SEO അനലിസ്റ്റിൻ്റെ വേക്കൻസിയാണ് വന്നേക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക? നിങ്ങളുടെ പഴയ ഡിജിറ്റൽ മാർക്കറ്ററിൻ്റെ ജസ്റ്റ് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെ ആഡ് ചെയ്ത് ആ സെയിം റെസ്യൂമെ തന്നെ നിങ്ങൾ സബ്മിറ്റ് ചെയ്യും. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ടത് വേറൊരു കാര്യമാണ്. ATS ഫ്രണ്ട്ലി ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഏത് ജോബിനാണോ അപ്ലൈ ചെയ്യുന്നത് ആ ആപ്ലിക്കേഷൻ നിങ്ങൾ കറക്റ്റായിട്ട് വായിക്കുക. അതിൽ യൂസ് ചെയ്യുന്ന കീവേഡ്സും കീ സ്കിൽസും നിങ്ങളുടെ റെസ്യൂമേലുണ്ടോ? ഇത് കുറച്ച് പണിയാണ്. ഓരോ റെസ്യൂമേയും നമ്മൾ ഓരോ ജോബ് റോളിനനുസരിച്ച് നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്യണം, അല്ലെങ്കിൽ ATS ഫ്രണ്ട്ലി ആക്കണം. അപ്പോൾ ആ ജോബ് റോളിൽ പറയുന്ന കീ സ്കിൽസും കീവേഡ്സും നിങ്ങൾ ആ ആപ്ലിക്കേഷനിൽ അല്ലെങ്കിൽ നിങ്ങളുടെ റെസ്യൂമേയിൽ വേണം. അപ്പോൾ ഇത് നിങ്ങൾ ഉറപ്പുവരുത്തുക. അടുത്തത്, ഈ ഗ്രാഫിക്സും ടേബിൾസും ഒന്നും ആഡ് ചെയ്യരുത്. അതായത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, വളരെ നമ്മൾ ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് കളർഫുൾ ആയിട്ടുള്ള റെസ്യൂമേസ് ഒക്കെ നമ്മളിപ്പോൾ ഡെയിലി കാണാറുള്ളതാണ്. ഇമോജീസ് ഒക്കെ ആഡ് ചെയ്തിട്ടുള്ളത്, അതുപോലെ ടേബിൾ ഉണ്ടാവും, ഗ്രാഫിക്സ് ഉണ്ടാവും. ഇതൊന്നും നിങ്ങൾ ദയവായി ആഡ് ചെയ്യരുത്. ഇത് ATS ഫ്രണ്ട്ലി ആയിരിക്കില്ല. അപ്പോൾ ടേബിളൊന്നും നിങ്ങൾ ഉറപ്പായും ആഡ് ചെയ്യരുത്.
ഇനി വരാനുള്ളത് ഹെഡ്ലൈൻസ് ആണ്. പലരും ഹെഡ്ലൈൻസ് ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ടൊക്കെ ആഡ് ചെയ്യുന്നത് കാണാറുണ്ട്. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി ഒരിക്കലും നിങ്ങൾ അതിൽ കാണിക്കരുത്. കാരണം വളരെ പ്ലെയിൻ ആയിട്ടുള്ള സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഹെഡ്ലൈൻസ് ആഡ് ചെയ്യുക. സ്കിൽസ് ആണെങ്കിൽ നിങ്ങൾ സ്കിൽസ് ആയിട്ട് തന്നെ അത് മെൻഷൻ ചെയ്യുക. അല്ലെങ്കിൽ വർക്ക് എക്സ്പീരിയൻസ് ആണെങ്കിൽ അത് ആഡ് ചെയ്യുക. അതിന് വേറെ സിനോണിംസോ വേറെ ഫാൻസി വേർഡ്സോ ഒന്നും ആഡ് ചെയ്യരുത്. അപ്പോൾ ഹെഡ്ലൈൻസ് എപ്പോഴും നീറ്റ് ആൻഡ് സ്ട്രെയിറ്റ് ആയിരിക്കണം. അടുത്തത് നമ്മൾ ഇപ്പൊ പലരും കാണാറുണ്ട് JPG ഫോർമാറ്റിൽ PNG ഫോർമാറ്റിലൊക്കെ റെസ്യൂമേ CVs ഒക്കെ അയച്ചു തരും. അതൊരിക്കലും നിങ്ങൾ ആ മണ്ടത്തരം ചെയ്യരുത്. നിങ്ങൾ വേർഡ് ഫോർമാറ്റിലോ ഡോക് ഫോർമാറ്റിലോ അറ്റ്ലീസ്റ്റ് PDF ഫോർമാറ്റിലെങ്കിലും നിങ്ങൾ നിങ്ങളുടെ റെസ്യൂമേസ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക. പിന്നെ റീഡബിലിറ്റി, അത്യാവശ്യം സിമ്പിൾ ആയിട്ടുള്ള എല്ലാവർക്കും വായിക്കാൻ പറ്റിയ ഒരു റെസ്യൂമേ ആയിരിക്കണം നിങ്ങളുടെ. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നമുക്ക് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുക എത്ര കോംപ്ലിക്കേറ്റഡ് ആവുന്നു അത്രത്തോളം നിങ്ങളുടെ നോളേജ് ഉണ്ടാവുന്ന ആളുകൾ വിചാരിക്കുന്നത്. അത് റെസ്യൂമേൽ തെറ്റാണ്. ഏറ്റവും സിമ്പിൾ ആയിരിക്കണം. ഇപ്പോൾ ATS ഫ്രണ്ട്ലി ആണെങ്കിൽ പോലും നമുക്കത് റീഡബിലിറ്റി, ഇപ്പോൾ യൂസ് ചെയ്ത് നമ്മൾ പ്രോസസ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു, എങ്കിൽ പോലും റീഡബിലിറ്റി നമ്മളെപ്പോഴും സിമ്പിൾ ആയിരിക്കണം നിങ്ങളുടെ CVs. ഇനി എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്, ഞാനിപ്പോൾ കീവേഡിന്റെ കാര്യം പറഞ്ഞു, കീവേഡ് വേണമെന്ന് പറഞ്ഞു. കീവേഡ് അനാവശ്യമായിട്ട് സ്റ്റഫ് ചെയ്യും. അത് നമ്മൾ കീവേഡ് യൂസ് ചെയ്യണം, പക്ഷേ കീവേഡ് സ്റ്റഫിങ് നമ്മൾ എപ്പോഴും ഒഴിവാക്കേണ്ട കാര്യമാണ്. ആവശ്യത്തിൽ കൂടുതൽ കീവേഡ്സ് നിങ്ങൾ യൂസ് ചെയ്യരുത്. ഉറപ്പായും നിങ്ങൾ നിങ്ങളുടെ പ്രീവിയസ് എക്സ്പീരിയൻസ് ക്ലിയർ കട്ടായിട്ട് മെൻഷൻ ചെയ്തിരിക്കണം. അപ്പോൾ ഇനി നമ്മൾ വരാൻ പോകുന്ന ഡേയ്സിൽ ATS ഫ്രണ്ട്ലി റെസ്യൂമേസ് ആയിരിക്കും നിങ്ങൾക്ക് ജോലി കിട്ടണമെങ്കിൽ അതിൻ്റെ ഒരു മെയിൻ ക്രൈറ്റീരിയ പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ പഴയ റെസ്യൂമേസ് ഒക്കെ കളയുക, ATS ഫ്രണ്ട്ലി ആയിട്ടുള്ള റെസ്യൂമേസ് നിങ്ങൾ ഇന്ന് തന്നെ റെഡിയാക്കാൻ നോക്കുക. അപ്പോൾ ഇതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ടൂൾസ് ഈവൻ ChatGPT, ജെമിനി വരെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അതല്ലെങ്കിൽ ATS ഫ്രണ്ട്ലി ആക്കാനുള്ള സ്പെസിഫിക് വെബ്സൈറ്റുകളുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണം. ഇപ്പോൾ ChatGPTയും ജെമിനിയും ഒന്നും അല്ലാതെ സ്പെസിഫിക് ടൂൾസ് ഉണ്ടോ, എങ്ങനെ കുറച്ചുകൂടെ ATS ഫ്രണ്ട്ലി എന്ന് പറയുമ്പോൾ ഇത് മാത്രമല്ല കുറച്ചുകൂടെ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വീണ്ടും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സൈബർ ക്യാമ്പസിൻ്റെ വരുന്ന വീഡിയോസ് എല്ലാം മുടങ്ങാതെ കാണുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.